അദ്വൈതൻ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാനാണ്, അല്ലേ? അറിയിച്ചത് ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാനുണ്ട്. ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ അതിന്റെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും താങ്ക്സ്, സ്പെഷ്യൽ താങ്ക്സ് എല്ലാവർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ട്. നിങ്ങൾ എല്ലാവരും കാരണമാണ് ഞങ്ങൾക്ക് ഇത് മോണിറ്റൈസേഷൻ ഇത്രയും പെട്ടെന്ന് റെഡി ആയത്. ഞങ്ങളിപ്പോ എത്ര നാളായി ആദ്യം സിദ്ധു നമ്മൾ തുടങ്ങിയിട്ട്? 5 മാസം കഴിയാറ്. 5 മാസം. ഞങ്ങള് ഫെബ്രുവരി 1 ആണ് ഞങ്ങള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ 2024 ഈ വർഷം തന്നെ ഫെബ്രുവരിയിലാണ് ഫസ്റ്റ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് തുടങ്ങാൻ ഒരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ ആദിയുടെയും സിദ്ധുവിന്റെയും ആഗ്രഹപ്രകാരം അവര് തന്നെയാണ് എഫേർട്ട് എടുത്തത്. ജസ്റ്റ് ഒരു വീഡിയോ പിടിച്ചു, അപ്പൊ അത് യൂട്യൂബില് ചെയ്ത് അതിൽ ഇടാമെന്ന് നമുക്ക് തോന്നി. റുബിക്സ് ക്യൂബിൻ്റെതാണ് ഫസ്റ്റ്. ഇവർ രണ്ടുപേരും കൂടെ അത് സോൾവ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഫസ്റ്റ് പിടിച്ചത്. അപ്പൊ രണ്ടുപേരും എനിക്ക് വീഡിയോ നോക്കിയപ്പോ നല്ല ഇഷ്ടമായി. അപ്പൊ ഹസ്ബൻഡിനോട്, അതായത് പ്രവ്യൂട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ യൂട്യൂബൊക്കെ റെഡിയാക്കി തന്നു. അങ്ങനെ ഫെബ്രുവരി 1 ഓക്കെ ആയി. ചാനലിലായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തു. പിന്നെ അങ്ങോട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. പിന്നെ ഓരോ യൂട്യൂബേഴ്സിന്റെയും വീഡിയോ ഇതിനെ കുറിച്ചുള്ളത് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇരുന്നു. അപ്പോഴാണ് 4000 സബ്സ്ക്രൈബേഴ്സ് വേണം. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, 4000 പബ്ലിക് വാച്ച്. ഇപ്പൊ പക്ഷെ അത് മാറ്റി 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവർ ആക്കി. ഷോർട്സിന് 10 വ്യൂസ്. അങ്ങനെ ഇതെങ്ങനെ കടക്കുമെന്ന് അറിയാതെ ഞങ്ങൾ ഇങ്ങനെ കുറേശ്ശെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി. എന്തായാലും 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയായിരുന്നു. പക്ഷെ വാച്ചവർ അതാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടി തന്നെ, അല്ലേ? അതിന് എനിക്ക് പറയും. അപ്പൊ എന്ത് ചെയ്തു, ഞങ്ങൾ ഷോർട്സ് ഒക്കെ, കോമഡി ഷോർട്സ് ഒക്കെ ഒത്തിരി ചെയ്തു നോക്കി. അതിൽ നിന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒത്തിരി കയറി. അപ്പൊ ഞങ്ങൾക്കിത് മനസ്സിലായി. പക്ഷെ 1 വർഷത്തിനകം വെച്ച് ഇത് തികയ്ക്കണം. ഇത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പൊ മോണിറ്റൈസേഷൻ 1 വർഷത്തിനകം ഈ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയാലേ മോണിറ്റൈസേഷൻ ആകത്തുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷെ 4 മാസം ആയിട്ടും അല്പേ വാച്ച് അവർ കിട്ടുന്നുള്ളൂ. അപ്പൊ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കണ്ടന്റ്, നല്ലൊരു വീഡിയോ ചെയ്ത് നമുക്ക് എങ്ങനെ വാച്ച് അവർ കൂട്ടാന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ, അല്ലേ? ഞങ്ങൾ ഷോർട്ട് ഫിലിം പോലെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തു. ഭാഗ്യവശാൽ എന്തായി, അത് 2 ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് 10, 20, 25 K ഒക്കെ ആയി. 25, 30 K ഒക്കെ ആയി. 100 K, രണ്ടാമത്തെ ദിവസം 100 K ആയി. അപ്പൊ രണ്ടാമത്തെ ദിവസം, അതായത് ജൂൺ 10 നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അപ്പോ സംഭവം ഞങ്ങൾ അന്ന് ജൂൺ 10, അതായത് ഫെബ്രുവരി 1 ആണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 10 ആയപ്പോ ഞങ്ങൾക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അപ്പൊ എന്ത് ചെയ്യാൻ, ഞങ്ങൾക്ക് അപ്ലൈ ചെയ്തപ്പോ സംഭവം 3-ന്റെ അന്ന് മെസ്സേജ് വന്നു, നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെന്ന്. അപ്പൊ എല്ലാ പുതിയതായിട്ട് തുടങ്ങുന്ന എല്ലാ യൂട്യൂബേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ വേറൊരു വീഡിയോ, വേറൊരാൾ ചെയ്ത വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇടാൻ പാടില്ല. അപ്പോൾ മോണിറ്റൈസേഷൻ ശരിയാവത്തില്ല. അപ്പൊ ഞങ്ങൾക്കത് മനസ്സിലായി. ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പൊ ഞങ്ങൾ സംഭവം എന്തോ ചെയ്തോന്നറിയോ, ഷോർട്സിൽ കുറച്ച് നല്ലൊരു ഫിലിംസ്, ആവേശ സിനിമയുടെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടായിരുന്നു. കുറച്ച് 5-6 ഷോർട്സ് ഇട്ടു. അതൊക്കെ 4-5 ലക്ഷം വ്യൂസിലൊക്കെ പോയായിരുന്നു. നല്ല വ്യൂസ് ഒക്കെ കിട്ടി. അതായിരുന്നു ഞങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വന്നത്. ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു റീയൂസ്ഡ് കണ്ടന്റ് ഇട്ട ഇത് പ്രോബ്ലം ആകുമെന്ന്. അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും അപ്ലൈ വന്നത് ജൂലൈ 10 1 മാസം വെയിറ്റ് ചെയ്യണം. ജൂലൈ 10 അടുത്ത മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ ജൂലൈ 10 അതിൽ ടൈം അടുത്ത് വന്നിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് ഇല്ലെങ്കിൽ അപ്പീൽ ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അതെല്ലാം ഡിലീറ്റ് ചെയ്തു.
വേറെ ആവേശത്തിലെ ഷോർട്സ് ഇട്ടിരുന്നതൊക്കെ ഞങ്ങൾ. പക്ഷെ നമുക്ക് ആദ്യം ഇതൊന്നും അറിയത്തില്ലായിരുന്നു, അറിഞ്ഞൂടാതെ എല്ലാം തുടങ്ങിയതല്ലേ, ഒന്നും ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പഠിച്ചില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ കാത്തു നിന്നാലും വിഷമമായി 1 മാസം. അതിനിടയ്ക്ക് വെച്ച് ഈ വൈറലായ ഷോർട്ട് വീഡിയോ 1M ഒക്കെ കഴിഞ്ഞു. 1M കഴിഞ്ഞു, 1.1M ആയി. വേറെ രണ്ടാമത് ഷോർട്സ് വന്നിട്ടു 91K വ്യൂസ് ആയി അതിന്. അങ്ങനെ ഞങ്ങൾക്ക് വാച്ച് അവറൊക്കെ ഒത്തിരി വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടി. അപ്പോൾ ഇപ്പൊ ജൂലൈ 10 ആയപ്പോൾ ഞങ്ങൾക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അങ്ങനെ ഞങ്ങൾ ജൂലൈ 10 അപ്ലൈ ചെയ്തു. മറ്റേ ഷോർട്സ് ഒക്കെ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടുള്ള എല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ജൂലൈ 10 ആയപ്പോൾ ഞങ്ങൾക്ക് അപ്ലൈ വന്നു. ഞങ്ങൾ അപ്ലൈ ചെയ്തു. 2 ദിവസം കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ ഓണായി. യൂട്യൂബ് പാർട്ണർ. അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഞങ്ങൾ ബാക്കി എല്ലാ കാര്യം അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏണിങ്സ് വന്നിട്ടുണ്ട്, പക്ഷെ എടുക്കാൻ ഇപ്പോഴൊന്നും പറ്റത്തില്ല. അത് ഇനി $100 അങ്ങനെ എന്തൊക്കെ യൂട്യൂബിൽ അതിലാകുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് വെച്ച് നമുക്ക് ഇനി അഡ്രസ് വെരിഫിക്കേഷൻ, പിൻ നമ്പറൊക്കെ വരാനുണ്ട്. ഗൂഗിൾ ആഡ്സിന്റെ ഇതില് പിൻ നമ്പർ വരാനുണ്ട്. അത് നമ്മുടെ അത് വന്നതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ആഡ് ചെയ്യാം. അപ്പൊ അപ്പോഴുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ഞങ്ങളിപ്പോ ഹാപ്പിയാണ്, വെരി വെരി ഹാപ്പി അല്ലേ സിദ്ധു? അല്ലേ? അത് എല്ലാവരോടും അതിന് താങ്ക്സ് പറയുന്നു. ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന്, അതായത് 4 മാസം കൊണ്ടാണ്, 4-5 മാസത്തിനകം വെച്ചാണ് ഞങ്ങൾ ചാനൽ തുടങ്ങി. 5 മാസം ഞങ്ങൾക്ക് മോണിറ്റൈസേഷനുള്ള എല്ലാം റെഡിയായി. അപ്പൊ അതെല്ലാം നമ്മുടെ വ്യൂവേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ്. അതെ, സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇനിയിപ്പോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലേ? പിന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പോ 20K സബ്സ്ക്രൈബേഴ്സിലോട്ടുള്ള ജേണിയാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ഒക്കെ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നു. അപ്പോ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ചാനലിൽ ന്യൂ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ അപ്പൊ കാണാം. അപ്പൊ എന്റെ പേര് നമ്മുടെ പുതിയ യൂട്യൂബ്